അതിന് മുഖത്ത് തട്ടിന് അവിടെ തട്ടി 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 ചേട്ടാ അങ്ങനെ കയറിപ്പോട്ടെ അത് പോലെ ചേട്ടാ അങ്ങനെ ലേശം കയറിപ്പോട്ടെ കയറിപ്പോട്ടെ ചേട്ടാ അങ്ങനെ കയറിപ്പോട്ടെ പോണേ 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 നമസ്കാരം. നെറ്റിപ്പട്ടം ഇന്നെത്തിയിരിക്കുന്നത് കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. കൽപ്പാത്തി രഥോത്സവത്തിന് ആനയ്ക്കെന്ത് പ്രസക്തി എന്നായിരിക്കും ചോദ്യം. ഇത്തവണ തേര് തെളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഒലിയമ്പാടി ഭദ്രനും കരിവണ്ണൂർ ഉണ്ണിക്കുമാണ്. തേര് തെളിച്ച് ഇരു ഗജവീരന്മാരും തേരുമൂട്ടിയിലെത്തി. പിന്നെ സംഭവിച്ചത് എന്തായിരിക്കും? സമയം രാവിലെ 9 മണി. കൽപ്പാത്തി ദേവരഥ സംഗമത്തിനായി ചാത്തപ്പുരത്ത് നിന്നുള്ള പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ രഥത്തെ തള്ളി തേരുമുട്ടിയിലെത്തിക്കാൻ ഒലയമ്പാടി ഭദ്രൻ നേരത്തെ എത്തി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ രഥമുട്ടാൻ കരിമണ്ണൂർ ഉണ്ണിയും ഒരുങ്ങി നിന്നു. ഉണ്ണിക്ക് പകരം JCB കൈകൾ കൊണ്ടുവന്ന് ഒരു കൈ പ്രയോഗം നടത്തിയെങ്കിലും അതിലൊന്നും കൽപ്പാത്തിക്കാർക്ക് തൃപ്തിയൊന്നും ഉണ്ടായില്ല. ഭദ്രനാദ്യം കൽപ്പാത്തിപ്പുഴയോരത്ത് നല്ല വിശ്രമം, അത് അത്യാവശ്യമാണ്. അങ്ങനെ പുഴക്കരയിൽ തണുത്ത കാറ്റൊക്കെ കൊണ്ട് വിശ്രമമൊക്കെ കഴിഞ്ഞ് പിന്നെ പതിയെ ക്ഷേത്രത്തിലേക്ക് എത്തി. രഥങ്ങളും ആളുകളും ഒരുങ്ങി എന്നായപ്പോൾ സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഇട്ട് ഭദ്രനും സെറ്റായി നിന്നു. ഭദ്രനൊന്ന് തൊടുത്തു വിട്ടതും രഥപ്രയാണമങ്ങ് ആരംഭിച്ചു. എല്ലാവരുടെയും മുന്നിൽ നിൽക്കേണ്ട ഭദ്രന് ഇവിടെ തേരിന് പിന്നിൽ നിൽക്കേണ്ടി വന്ന വിഷമമൊന്നും ഉണ്ടായില്ല കേട്ടോ. കൽപ്പാത്തിയുടെ വീതികളിൽ രഥത്തെ നിയന്ത്രിച്ചതും വഴിതിരിച്ചു വിട്ടതുമൊക്കെ ഭദ്രൻ തന്നെ ആയിരുന്നു. കൈലാസപതയ മന്ത്രവും ഗംഗണപതയ മന്ത്രവുമായി രഥം വലിച്ചു നീങ്ങിയവർ കൽപ്പാത്തിയുടെ വളവുകളിൽ മുന്നോട്ടു പോകാനാകാതെയായപ്പോൾ ഭദ്രനെ തിരഞ്ഞു. അങ്ങനെ ചാത്തപ്പുരവും പിന്നിട്ട് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രവും പിന്നിട്ട് കുണ്ടമ്പലത്തിലേക്ക് ഭദ്രനും രഥവും അടുത്തു. അതിന് മുഖത്ത് തട്ടിന് അവിടെ തട്ടി 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 ചേട്ടാ അങ്ങനെ കയറിപ്പോട്ടെ അത് പോലെ ചേട്ടാ അങ്ങനെ ലേശം കയറിപ്പോട്ടെ കയറിപ്പോട്ടെ ചേട്ടാ അങ്ങനെ കയറിപ്പോട്ടെ ചേട്ടാ അത് കുറച്ച് കയറിപ്പോട്ടെ ചേട്ടാ അങ്ങനെ കയറിപ്പോട്ടെ ചേട്ടാ കയറിപ്പോട്ടെ.
പണ്ടാരോ പറഞ്ഞതുപോലെ പൂഴിയിട്ടാൽ പൂഴി വീഴാത്ത അഗ്രഹാര വീതിയിൽ ഭദ്രനു വേണ്ടി വഴിയൊരുക്കാൻ പോലീസ് കൈകോർത്തു. അങ്ങനെ കൽപ്പാത്തിയുടെ അപൂർവ നിമിഷമായ ദേവത സംഗമത്തിലേക്ക് ഭദ്രൻ തള്ളി നീക്കിയ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥം കൂടി അണിചേർന്നു. ഇതിനിടയിൽ കൽപ്പാത്തിക്കാരുടെ ഭദ്രനോടുള്ള സ്നേഹം ചെറുതൊന്നുമായിരുന്നില്ല. കൽപ്പാത്തി രുചിയിലെ നല്ല അരിമുറുക്കുകൾ ഭദ്രന് നൽകാൻ അവിടെ മത്സരം തന്നെ ആയിരുന്നു. രഥത്തിൽ തൂക്കിയ പഴക്കുലകൾ പറിച്ചെടുത്ത് ഭദ്രന് തുമ്പിക്കയിൽ വെച്ചു കൊടുത്ത കൽപ്പാത്തിക്കാരും ഒത്തിരിയുണ്ട്. തണുത്ത വെള്ളം വന്നു, തണുപ്പില്ലാത്ത വെള്ളവും വന്നു. മാംഗോ ഫ്രൂട്ടിയും ബിസ്ക്കറ്റും നല്ല മധുരമുള്ള പൂവൻപഴവും വരെ എത്തി. ഇതൊക്കെ കൊടുത്തിട്ടും അരിമുറുക്കിന് വേണ്ടി വീണ്ടും തുമ്പിക്കൈ നീട്ടിയ ഭദ്രനെ കണ്ടപ്പോൾ കൽപ്പാത്തി സ്വാമിമാർക്ക് സഹതാപമേ തോന്നിയുള്ളൂ. മടിയിൽ വെച്ച പേഴ്സിൽ നിന്നും 100-ന്റെ നോട്ടുകൾ കടയിലേക്ക് നൽകി അരിമുറുക്കുകളുമായി സ്വാമി വീണ്ടും ഭദ്രന്റെ അടുക്കലേക്ക്. തുമ്പിക്കയിൽ വെള്ളമൊഴിച്ചു കൊടുത്തും തുമ്പിയിൽ തൊട്ടുനോക്കിയും ശരീരത്തിൽ ഉഴിഞ്ഞുമൊക്കെയായിരുന്നു കൽപ്പാത്തിക്കാരുടെ ഭദ്രനോടുള്ള സ്നേഹം പ്രകടമാക്കിയത്. എന്തെന്നാലും ഒലയമ്പാടി ഭദ്രനെയും കൽപ്പാത്തിക്കാരുടെയും സ്നേഹത്തിൻ്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആനക്കഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you.